നമസ്കാരം. എല്ലാവർക്കും ജെസ്സിസ് കിച്ചണിലേക്ക് സ്വാഗതം. കുറച്ച് അവിലും കടലയും അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകളൊക്കെ ചേർത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റഡ് അവിൽ മിക്സറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മിക്സറാണ് കേട്ടോ ഇത്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ 2-3 ആഴ്ച വരെ നമുക്കിത് കേടുകൂടാണ്ടിരിക്കുകയും ചെയ്യും. അത്രയൊന്നും നമുക്കിത് വെക്കാൻ പറ്റില്ല, അതിന് മുന്നേ തന്നെ ഇത് തീരും. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു മിക്സറാണ് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ അവിൽ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അളവ് ഗ്ലാസ്സിൽ ഒരു 4 ഗ്ലാസ് അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാൻ പറ്റും. ഞാനൊരു 1/2 ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത കടലയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസോളം പൊട്ടുകടല എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഒരു കുറച്ച് കായത്തിൻ്റെ പൊടി വേണം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 5 ഏലക്കയും കൂടി നന്നായിട്ട് പൊടിച്ചെടുത്താണ് ഇത്. ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും മധുരമൊക്കെയുള്ള അവിൽ മിക്സർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടായ പാനിലേക്ക് നമുക്ക് ഈ അവിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അവിൽ നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ അവിൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒടിച്ച് വെക്കുമ്പോൾ ടിക്കുന്നിങ്ങനെ വേഗം പൊടിഞ്ഞു പോകുന്ന ഒരു പാകം. ഈ പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഈ അവിൽ പാനിൽ നിന്ന് മാറ്റാം. ആ സെയിം പാന് തന്നെ നമുക്ക് ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കടലയിട്ട് ഒന്ന് വറുത്തെടുക്കാം. കടല നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. കണ്ടില്ലേ, നമ്മുടെ കടലേൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇത് വറുത്ത പൊട്ടുകടലയാണ് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയിട്ട് നമുക്കൊരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാനൊരു നല്ല കടലമുട്ടായിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കണ്ടു നോക്ക്. ഇതിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ടും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാശ്മീരി ചില്ലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തീ ലോ ഫ്ലെയിമിലാന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അവലിൽ എല്ലാ ഭാഗത്തും നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേരുന്ന രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഒരുവിധം തണിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടം വരെ വെച്ച് നമുക്ക് നിർത്തിയാൽ മതി കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് എരിവും മധുരമൊക്കെ ഉള്ളൊരു മിക്സറായിരിക്കും ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഞാനങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് നമുക്ക് കാണാം. താങ്ക് യു.